ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലിടുന്നത്. അപ്പോൾ നമ്മൾ സീപ്പമാണ്. അപ്പോൾ ഞാൻ ആദ്യൊരു ഗെയിം ചാനൽ ഉണ്ട്, 53 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനി അപ്പോൾ ആ ചാനൽ അങ്ങനെ പോയി, എനിക്കറിയില്ല. അപ്പോൾ ഞായറാഴ്ച 3 ചാനൽ ഉണ്ടാക്കാന്ന്. അപ്പോൾ ഈ ഉണ്ടാക്കുക വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതിയ ചാനലിലേക്ക്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം എൻ്റെ അക്കൗണ്ട് പണ്ടത്തെ പോയപ്പോൾ എന്തോമായ സങ്കടമൊക്കെ ഉണ്ട്. കുറേ വ്യൂസ് ഇതൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അറിയില്ല. അപ്പോൾ അവനെ ഈ ചാനലിലേക്ക് വെക്കാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് പറയാം. സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ ഇത് പറയുകയാണെങ്കിൽ ഞാനൊരു പുതിയ വണ്ടി വാങ്ങാൻ പോവാണ്. ഫസ്റ്റ് വണ്ടിയാണ് വാങ്ങാൻ പോകുന്നത്. ഇപ്പോൾ സിവിക്കാണ് വണ്ടി. ചോക്ക വണ്ടി നമുക്ക് മോഡിഫൈ ഇന്നും കൂടി ഇന്ന് തന്നെയാണോ? ഇപ്പോൾ സമയം എത്ര നിൽക്കും കൂടിയല്ല. അപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. സാറേ 12 അല്ല, 5 മണി അല്ല 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കാൻ വണ്ടി. ശരിക്കും ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രീമുള്ള വണ്ടി. വണ്ടിയുടെ ആളുകളാണ് മൊത്തം കണ്ടില്ല, സ്റ്റോക്കാണ്. നമുക്കിന്ന് എന്നാലും നാദനെ മോഡിഫൈ ചെയ്ത് എങ്ങനെ വെക്കണം. അപ്പോൾ ആള് നമുക്ക് വിളിച്ചാണൊക്കെ ആവശ്യമൊക്കെ ചെയ്യണമൊക്കെ ചോദിച്ചോക്കാം. അപ്പോൾ ശരി. അപ്പോൾ കൈസ് നമ്മളെല്ലാം ചെയ്ത് എന്നിട്ട് ആള് വണ്ടി എടുത്തൊക്കെ പറഞ്ഞു. വണ്ടി കുറച്ച് ഡാമേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഡാമേജ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് പൈസയൊക്കെ കുറച്ച് തന്നെ തന്നണേ. അപ്പോൾ നമ്മൾ ഇറക്കട്ടെ. ഇയാളെങ്ങനെ ഇത് കയറ്റി വെച്ചത്? എനിക്കെന്നെ ഇറക്കാനുള്ള വണ്ടി. തട്ടല്ലേ. അപ്പോൾ വണ്ടി ഇങ്ങനത്തെ ഇതാണ്. അപ്പം നമ്മളുടെ അളിയൻ്റെ അവിടെ മോഡിഫൈ ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്നാലും മോഡിഫൈ ചെയ്യാൻ എനിക്ക് വേണ്ടി. അപ്പോൾ വീട്ടിൽ പോയാണ്ട് നാളെ ആവട്ടെ, എന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയാണ് അവിടെ നോക്കാം. വണ്ടി വീട്ടിൽ വെച്ചിട്ട് വരും. അപ്പോൾ അതായിരിക്കും അല്ലേ. അപ്പോൾ ശുഭദിനം. 2000 years later. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞാൻ വീട്ടിൽ നല്ല വന്ന് വീട്ടിൽ. അപ്പോൾ നമ്മൾ സിറ്റി അവിടെ നിന്ന് മൗണ്ടിയെന്ന് അവിടെ നിന്ന് വാങ്ങിച്ച വണ്ടി ഇങ്ങനെ നോക്കണ്ട ഗൈസ്. അപ്പോൾ വണ്ടി നമുക്ക് മോഡിഫൈ എന്ന് ചെയ്യണം. അപ്പോൾ ഒന്ന് തന്നെ മോഡിഫൈ ചെയ്യണം, എന്നാലും എനിക്ക് ഉറക്കം കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഓർഡർ പഞ്ചറായി, അത് തട്ടീനി. അപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ക്ലിയർ ആക്കണം. അപ്പോൾ ഞാൻ സ്ഥലം ഫസ്റ്റ് പറയില്ല, പറയട്ടെ. നമ്മുടെ ബാബുവിൻ്റെ ഷോപ്പിൻ്റെ കേസ്. ബാബു എന്തൊരു പേര്, നമ്മൾ അണ്ണൻ്റെ പേരെന്തേലും മറന്ന് കുറേ ദിവസമായി അങ്ങോട്ട് പോയിട്ട്. സാധാരണ എപ്പോഴും അവിടെയൊക്കെ പണി തരാനൊക്കെ ഉണ്ട്. പാടം മൊത്തം അങ്ങനെ പറഞ്ഞാലൊക്കെ പിന്നെ എപ്പോഴും പോകണമൊക്കെ ഉണ്ട്. ഇപ്പോൾ പോലേ ഇല്ല, അറിയില്ല. ഇപ്പോൾ വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ വഴിയൊക്കെ എനിക്കറിയില്ല, ഞാൻ അടുത്തിട്ട് കാണാം. വണ്ടീനെ കുഴപ്പമില്ലാത്ത പറയുന്നേ. വണ്ടി ടയർ വെച്ച് തള്ളിക്കണ്ടല്ലേ. ഇയാൾക്ക് എന്തിനാ തള്ളി വെച്ച് വണ്ടി വണ്ടി നല്ല രസമുണ്ട്. എന്താ പറയുക, വണ്ടി എന്താ സ്പീഡ് പറഞ്ഞേ, അത് കുറയട്ടെ. ഈ പോട്ടെ. ഇപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം അളിയൻ്റെ ആളുണ്ടോയെന്നറിയില്ല. പേര് ഫസ്റ്റ് ഇതിലൊന്ന് നോക്കിയാണ്ട് ഇതിൻ്റെ പേരുണ്ട്. ഇനി എന്തൊരു ഓട്ടോമൊബൈൽ ഷോപ്പ് അങ്ങെന്തോ ആണ്. ഇതൊക്കെ തന്നെ കാറ് മോഡിഫൈ ചെയ്യുന്ന സ്ഥലമാണ്. എനിക്ക് മനസ്സിലാക്കണം. ഞാൻ തപ്പിയിട്ട് പേരെന്താ കണ്ടുപിടിച്ച് തരാം. അപ്പോൾ അവിടെ എത്തട്ടെ അവസ്ഥ. ഇതിപ്പോൾ പൊളിഞ്ഞണല്ലേ, ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞണേ. അയാൾക്ക് എന്തൊക്കെ പറ്റുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. 2000 years later. അപ്പോൾ ഗൈസ് അണ്ണൻ്റെ പേര് കിട്ടിയിട്ടുണ്ടോ? വാസു എന്നാ. ബാബു മാറിപ്പോയി. വാസുണ്ണൻ്റെ അടുത്ത് ഞാൻ പോകണം. അപ്പോൾ വഴി എനിക്കറിയില്ല. ഞാൻ പിന്നെ എങ്ങോട്ട് വണ്ടി സ്കിഡാവുന്നതുകൊണ്ട്
അപ്പം എനിക്കറിയുന്ന സ്ഥലം അങ്ങോട്ടാ പോണേ. എല്ലാപ്പം എന്ത് ചെയ്യാം നമ്മൾക്കെതിരാണ് ഗുണ്ടകളല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ആണ് എനിക്കറിയാം. ഇവിടെ ആരെ ഞാൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ചാണ് വന്നത്. ഇവിടെ നിന്ന് നേരെ തോന്നി. അപ്പോൾ ഇവിടെ തന്നെ ഇടാൻ പറഞ്ഞേ. ദേ കിടക്കുന്ന കേസ് എന്തേ. ഓട്ടോമൊബൈൽ ഷോപ്പ് എന്താ അറിയില്ല. അപ്പോൾ അവിടെ ഉണ്ടാവും എനിക്ക് തോന്നില്ല. നമുക്ക് വിളിച്ചു നോക്കണ്ടേയല്ലോ. അപ്പം എന്ത് നമുക്ക് വണ്ടി ഉള്ളിൽ കയറ്റിയുണ്ട്. വിളിച്ചൊക്കെ വാസു. ഹലോ വാസണ്ണനല്ലേ? അണ്ണ ഇവിടെ ഉണ്ടോ? എന്നാ എൻ്റെ ഒരു വണ്ടി മോഡിഫൈ ചെയ്യാനാ. മനസ്സിലായി. എല്ലാ പിന്നെ വിളിക്കൂലല്ലോ. നിങ്ങൾ എവിടെ വെക്കണ്ട വണ്ടി? ഉള്ളിൽ വെച്ചാടാ. നമ്മള് എന്താ പറയുക, പീടിയൻ്റെ മുന്നിൽ ഉള്ളിൽ വെച്ചാടാ. എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകും. ആ താക്കോല് അവിടെ ഒരു മുകളിൽ ഇതില്ലേ ടേബിള്, അതിനുള്ളിൽ ശില്പങ്ങൾ വെച്ചാടാ. അതിനുള്ളിൽ വെച്ചാൽ മതി. ഞാൻ വരാം. ഇപ്പോൾ മോഡിഫൈ നാളെ നീ ഒന്ന് ഇതൊക്കെ പറയും. നീ അവിടെ വെച്ചുകൂടി. ഞാൻ വെച്ചോളാം. വണ്ടിയുടെ മോഡിഫൈ ഞാൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു. ആയിക്കോട്ടെ. അല്ലെങ്കിൽ എൻ്റെ ഡയലോഗ് അത് തന്നെയല്ലേ ഡെയിലി. ഞാൻ മാറ്റി പിടിച്ചണോ ചങ്ങായി? മാറ്റി പിടിച്ചാൽ പിന്നെ അപ്പം വരും. ഞാൻ വണ്ടി അവിടെ വെച്ചാണ്ട് വരാം. ഏരി ഇയാളിവിടെ വാചകം അടിച്ച് അങ്ങനെ കൊടുക്കും. നമ്മൾ സമയം തന്നെ പോവുക. രാവിലെ തന്നെ അറിയണം. കാരണം നമ്മളെ വീട് ഇവിടെ നല്ല ദൂരമുണ്ട്. അതാണ് വലിയ പണി. ടയർ തിന്നാലേ ഇയാൾ എന്തിനും എങ്ങനെ ആക്കിയിട്ടുണ്ടല്ലേ. നമുക്ക് ഈ ഉള്ളിൽ വെച്ചാണ് താക്കോലടിയും വെക്കണ്ട. മുടുക്കാണെന്ന് ചെയ്തെന്ന് പറഞ്ഞേ. ഇവിടെ താക്കോലിനിപ്പോൾ അവിടെ വെച്ചാണ് വരാം. ഈ സമയം താക്കോൽ വെച്ച് വന്നാണ്. ഇനിയിപ്പോൾ നമ്മളിനി അങ്ങനെ വീട്ടിൽ പോവുക. ആ സമയം നാളെ വരാനാ. അപ്പം നാളെ ആവട്ടെ. അതായിരിക്കും അവിടെയൊക്കെ ശിവദിനം കൊണ്ടു. അല്ല, 85, 86, 87, 88, 89, 92, 93, 94, 95, 96, 97, 98, 99. ഇതാരാ വയസ്സ് വിളിക്കണേ? നമ്മളെ വാസവണ്ണൻ. അല്ല, നമ്മളെ മറ്റേത് കാറ് വാസമല്ലേ? വാസവണ്ണൻ. ഹലോ വാസവണ്ണ. വണ്ടി റെഡി ആയിട്ടാ. വണ്ടിയൊക്കെ സെറ്റാക്കി അവിടെ നമ്മളെ ഷോപ്പുണ്ട്. ഞാൻ അവിടെ ഇല്ല. നമ്മളെ ആൾക്കാരൊക്കെ ചെയ്ത് വെച്ച് അവിടെ. നീ എപ്പോഴാണ് വരിക? ഞാൻ അപ്പോൾ തന്നെ വരാം. എന്നാ ശരി. എന്നാ ശരി. അത് നമ്മളെ വണ്ടി അവിടെ പണിഞ്ഞിട്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ നമ്മൾ നേരെ പോവുക. എനിക്ക് വലിയ പണി തുടങ്ങി. അപ്പോൾ നമ്മൾ ആ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചങ്ങാതിൻ്റെ വണ്ടി തന്നെ എടുത്താണ്. ഓൻ്റെ താറി കില്ലർ പോയി വെറുതാണ് അങ്ങനെ. ഓൻ്റെ വണ്ടി കുറച്ച് പവറൈസ്. ഓ എന്താ തൊടുമ്പോത്തിന് പറഞ്ഞു പോവുക. വണ്ടി എൻ്റെ കൂടി അല്ല, അല്ലെങ്കിൽ ഞാൻ ഇടിച്ച് ഇനി കുഴപ്പമില്ല. പറന്നു പോകണ്ടോ? അങ്ങോട്ട് ഇനി പോകണം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഈ നമ്മളെ ആ സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. നമ്മളെ വാസവണ്ണൻ്റെ ഓട്ടോമൊബൈൽ അല്ല അങ്ങനത്തെ സാധനമാണ്. നമ്മളെ കാറ് കൊടുത്ത് അവിടെ എത്താനായിക്കണേ. അവിടെ വാസവണ്ണൻ്റെ സ്ഥലം. ഇവിടേക്ക് വണ്ടി കണ്ടില്ലേ? വണ്ടി അതട്ടിയോ? ഇല്ലല്ലേ. അപ്പോൾ നമുക്ക് ഇയാളെ സ്ഥലം കൂടി നല്ല. പക്ഷേ ഈ സ്ഥലം ലിസ്റ്റ് ഇട്ടിട്ടോ ഇതും സ്ഥലം മാറ്റിയെന്ന് തോന്നി. ഇയാൾ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വണ്ടി നമ്മൾ ചങ്ങായി കൊണ്ടുപോയിക്കോളും.
വണ്ടി ഉള്ളിലവിടെയാണ്. ഇവിടെ എത്തിയേക്കാം. ഇപ്പോൾ എൻ്റെ മറ്റപ്പൻ വന്നാണ്ട് എടുക്കുന്ന പറഞ്ഞേ തട്ടു എടുത്തു മതി. ഓൻ വന്നാൽ എടുക്കുന്ന പറഞ്ഞേ. ഇവിടെ വെച്ചിട്ടേക്ക് ഓമിന് കഴിയും. വണ്ടി കൊടുക്കട്ടെ, ലോക്കാക്കുക. ഓൻ വന്നാൽ എടുത്തോ. നമുക്ക് നമ്മളെ എന്താ പറയുക സിവിക്ക് എടുക്കുക. കാരണം അയാൾ മോഡിഫൈ ചെയ്തെന്ന് പറഞ്ഞേ അന്ന്. എന്താ ഗൈസ്, വാവ്, ഇന്നത്തെ സ്കൂട്ടർ ഡെലിവറി ചെയ്യുന്ന സ്ഥലവും ഇതിൽ കുറേ സ്കൂട്ടറൊക്കെ ഉണ്ട്. കുറേ നേരം ഇതിനെ നോക്കി നിൽക്കുന്നേ. നമുക്ക് നേരെ വണ്ടി ഇടുമ്പോൾ നോക്കാം. അല്ലെങ്കിൽ ആ ഫോട്ടോ വെക്കാൻ മനസ്സിലാവില്ലല്ലോ. ഐസ് ഇവിടെ വണ്ടി ഇല്ലേ? ഇതെവിടെയാണ്? എവിടെ വണ്ടി? ഇതൊന്നും കാണില്ലേ? ഇയാൾ പറ്റിച്ചോ? അയാൾ കൂടെ പറ്റിച്ചാണ് ഇയാളോട് വെച്ച് എന്താ മനസ്സിലായി. അല്ല ആകണ വണ്ടീൻ്റെ താക്കോലേ ആ മോള് തിരിച്ചു തന്നെയാണോ? ആടാണ് ഒന്ന് വെച്ചാൽ ഞാൻ കല്യാണത്തിനുണ്ട്. അവിടെ തന്നെ ഉണ്ട്. ആ സെൽഫിനുള്ളിൽ തന്നെ ഉണ്ട്. പോയി എടുത്ത് വെക്കുമോ? ശരി ശരി. അന്നത്ര വട്ടം വണ്ടിയില്ല. ആ വണ്ടി ഞാൻ എടുത്തിട്ട് വരാം. കിട്ടുന്നുണ്ടോ? ഓ ഞാൻ വണ്ടി ഇതൊക്കെ നമ്മൾ വണ്ടി എനിക്ക് തോന്നുന്നില്ല. ഇതാണല്ലോ. ഓ എന്നിട്ട് അടിപൊളി. നമുക്കതിനെ പുറത്താണ് പോയേക്കാം. ഓ വണ്ടിയൊക്കെ തുടക്കത്തിൽ നിന്ന് അടി വെക്കുക. ഇല്ലല്ല വണ്ടി നോക്കുമ്പോൾ അടി വെക്കുന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് വണ്ടി ഓടിക്കണം. കുഞ്ഞടി ഏയ് സൗണ്ട് എത്ര ആദ്യം കുറച്ച് ഇതുണ്ടേന് പവറ് ഉണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് പവറെ വെയിറ്റ് വന്നിട്ടോ. നമുക്കെന്തൊക്കെ വീടെടുക്കണം ഈ വണ്ടീൻ്റെ. സെറ്റ് വണ്ടി. എന്താ പറയുക, വണ്ടീൻ്റെ വീടെടുക്കാൻ വലിയ ഉപകാരമാണ്. നമുക്ക് പിന്നെ ആക്കാമല്ലേ? നാളെ തന്നെ ഇടാം. ഞാൻ എനിക്ക് തോന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് അടിക്കുക, അല്ല സബ്സ്ക്രൈബ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് വീഡിയോ നോക്കാം. നമ്മൾ ഫസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് പോകണം. എന്നിട്ട് നമുക്ക് നോക്കാം. വീട്ടിൽ പോയാണ്ട് ചെയ്യേണ്ടി വരും. ഇടയ്ക്ക് നമുക്ക് വാസവനായനോട് തന്നെ ചോദിച്ചേക്കാം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ. എന്നാൽ പറ്റണമെങ്കിൽ വീഡിയോ എടുക്കാം. ഈ വീഡിയോ following the light that sets